പത്തനംതിട്ട അടൂർ നഗരസഭയിൽ ഒരു വീട്ടു നമ്പറിൽ 226 പേർക്ക് വോട്ടെന്ന് CPIM ആരോപണം. 1-ാം വാർഡിലെ 1-ാം നമ്പർ വീട്ടിലാണ് ഇത്രയും പേർക്ക് വോട്ട്. 1-ാം നമ്പർ വീട് പൊളിച്ചുകളഞ്ഞതാണെന്ന് നേതാക്കൾ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPIM തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ആദ്യം പ്രതികരണത്തിലേക്ക്. അടൂർ നഗരസഭയിലെ പുതുക്കിയ വോട്ടർ പട്ടിക 14-ാം തീയതിയാണ് ഇറങ്ങിയത്. ആ 14-ാം തീയതി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ 1-ാമത്തെ വീട്ടു നമ്പറിൽ 226 വോട്ട്. വിവിധ ജാതി മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവർ ഒക്കെ ഉൾപ്പെട്ടതാണ് ഈ 1-ാം നമ്പർ വീട്ടിലെ 1-ാം വാർഡിലെ 1-ാം നമ്പർ വീട്ടിലെ ഈ 226 വോട്ടർമാരും. വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തുന്ന തിരിമറിയുടെ ഭാഗമാണ് ഇത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകും. ജയശങ്കർ, CPIMന്റെ പരാതിയുടെ ഉള്ളടക്കം എന്താണ്? ഇതിൽ അധികാരികളുടെ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമാണോ? ഇതില്ല, ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ ഗുരുതരമായ പിഴവാണ് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. നഗരസഭയിലെ 1-ാം വാർഡിൽ 1-ാം നമ്പർ വീട്ടിൽ 226 പേർക്കാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. ഒരേ വീട്ടിൽ നമ്പറിലാണ് ഇത്രയും പേർക്ക് വോട്ട്. അതും വ്യത്യസ്ത മതത്തിലുള്ള ആളുകളുടെ പേരിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ മതവിഭാഗത്തിലുള്ള ആളുകൾ ഒരേ വീട്ടു നമ്പറിൽ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നഗരസഭ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നൊരു ആരോപണമാണ് CPIM നിലവിൽ ഉന്നയിക്കുന്നത്. ഈ 1-ാം വാർഡിൽ 1-ാം നമ്പർ വീട് പൊളിച്ചു കളഞ്ഞതെന്നും CPIM പറയുന്നു. ഈ കരട് പട്ടികയിലെ പിഴവുകൾ ഈ അന്തിമ പട്ടികയിലും ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും മനഃപൂർവ്വം ഉദ്യോഗസ്ഥർ ഈ പിഴവുകൾ വരുത്തിയെന്നാണ് CPIMന്റെ ആക്ഷേപം. ഈ CPIMന്റെ മുതിർന്ന നേതാവ് ഹർഷകുമാറാണ് ഇത്തരം ഒരു ആക്ഷേപം നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക ഉൾപ്പെടെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് CPIM ഈ ആക്ഷേപവുമായി വരുന്നത്. നേരത്തെ തന്നെ ഈ കരട് പട്ടിക വന്ന ഘട്ടത്തിൽ ഈ ആക്ഷേപം തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അന്തിമ പട്ടിക വന്നപ്പോൾ പോലും തെറ്റുകൾ ആവർത്തിക്കുന്ന സാഹചര്യമെന്നാണ് ഇപ്പോഴെന്തായാലും ഹർഷകുമാർ പറയുന്നത്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി ആവശ്യപ്പെട്ട് വീണ്ടും പരാതി നൽകാനാണ് ഇവരുടെ ഒരു തീരുമാനം. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 1-ാം വാർഡിൽ ഇടതുപക്ഷം പരാജയപ്പെടുന്നത് 30 ചില്ല വോട്ടുകൾക്ക് മാത്രമാണ്. അതായത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലുള്ള കള്ളവോട്ടുകൾ നടന്നു. ഈ വർഷവും ആ രീതിയിൽ തന്നെ ജയിച്ചു കയറാനാണ് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷം ഇല്ലെങ്കിൽ മറ്റ് സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ട് ചേർക്കുന്നതെന്നാണ് CPIMന്റെ ആക്ഷേപം. എന്തായാലും CPIM നിയമവഴിയിലേക്കാണ്. വിചിത്രമായൊരു സംഭവമാണ്. ഒരു വീട്ടു നമ്പറിൽ 226 പേർക്ക് വോട്ട്, അതും അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെടേണ്ട അതീവ ഗൗരവ ആരോപണമാണ് ഇപ്പോഴെന്തായാലും CPIM ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ദിൽന. ശരി ജയശങ്കർ, എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തത വരുത്തേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.